Hi friends, welcome all. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡബിൾ ഇന്റഗ്രലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: യൂസ് പോളാർ കോർഡിനേറ്റ്സ് ടു ഇവാലുവേറ്റ് ദ ഡബിൾ ഇന്റഗ്രൽ ഓവർ 0 to 2 ഇന്റഗ്രൽ ഫ്രം x to root of 8 minus x square 1 divided by 5 plus x square plus y square dy dx. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു കാർട്ടീഷ്യൻ ഇക്വേഷനിൽ കാർട്ടീഷ്യൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഗിവൺ ബൈ 1 പ്ലസ് 5 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ തന്നിട്ടുള്ള ഗിവൺ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കാണാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഓഫ് എക്സ് വൈ ഡി എ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പോളാർ കോർഡിനേറ്റ്സിൽ ഈ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നിന്ന് നമുക്ക് ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ റിസൾട്ട് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഫ്രം 0 to 2 ഇന്റഗ്രൽ ഫ്രം എക്സ് ടു റൂട്ട് ഓഫ് 8 minus x square 1 by 5 plus x square plus y square dy dx ൽ ഫസ്റ്റ് നമുക്ക് y ൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. y ൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് dy യുടെ ലിമിറ്റ് y ന്റെ ലിമിറ്റ് കൊടുത്തു, പിന്നെ x ൽ ഇന്റഗ്രേറ്റ് ചെയ്ത് x ന്റെ ലിമിറ്റ് കൊടുത്തിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത്ര എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾ പലപ്പോഴായിട്ട് റിയൽ കേസിൽ തന്നെ വൺ വേരിയബിൾ ഡബിൾ ഇന്റഗ്രലിന് പകരം ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ ഫ്രം എ ടു ബി ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്, വൺ വേരിയബിൾ ആണ്, ആൻഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ലൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് വൺ വേരിയബിൾ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഇപ്പൊ പറഞ്ഞതുപോലെ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വൺ വേരിയബിൾ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഫംഗ്ഷനെ എളുപ്പത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആറും തീറ്റയിലുള്ള ഇക്വേഷൻ, അതായത് പോളാർ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പോളാർ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് പോളാർ ഫോമിൽ ആ ഗിവൺ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പോളാർ കോർഡിനേറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ ഒരു ആൻസർ വളരെ എളുപ്പത്തിൽ കാണാനും പറ്റും. സോ നമുക്ക് ഈ ഒരു ഡബിൾ ഇന്റഗ്രൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനു വേണ്ടിയിട്ട് നമുക്ക് റിയൽ ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ തന്നാൽ അതിനെ ഡബിൾ ഇന്റഗ്രൽ പോളാർ ഫോമിലേക്ക് എങ്ങനെ മാറ്റും എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെ പോളാർ ഫോമിലേക്ക് മാറ്റിയതിനു ശേഷം പോളാർ ഫോമിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നു, ഒരു റീജിയനും തന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഓവർ ദ റീജിയൻ ആർ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം ആൽഫ ടു ബീറ്റ ഇന്റഗ്രൽ ഫ്രം g1 ഓഫ് തീറ്റ ടു g2 ഓഫ് തീറ്റ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ആർ ഡി ആർ ഡി തീറ്റ. അതായത് എക്സിന് ആർ കോസ് തീറ്റയും വൈന് ആർ സൈൻ തീറ്റ ആയിട്ട് ടോട്ടലി എഫ് ഓഫ് ആർ തീറ്റ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് മാറും. എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് ജി ഓഫ് ആർ തീറ്റ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആറിലും തീറ്റയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് കിട്ടും. പിന്നീട് ഡി എ എന്നുള്ള സ്ഥലത്ത് ആർ ഡി ആർ ഡി തീറ്റ വരും. ഇതിന്റെ ഇവാലുവേഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലായിട്ട് ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, സോ ദ ഡബിൾ ഇന്റഗ്രൽ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു പോളാർ ഇന്റഗ്രൽ. ഇനി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എങ്ങനെ ഡബിൾ ഇന്റഗ്രലിനെ പോളാർ ഇന്റഗ്രലിലേക്ക് മാറ്റും എന്നൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ ഇത് ആരുടെ ലിമിറ്റ് ആണ്? വൈന്റെ വേരിയേഷൻ. ദാറ്റ് മീൻസ് വൈ വാരീസ് ഫ്രം എക്സ് ടു റൂട്ട് ഓഫ് 8 minus x square ആൻഡ് എക്സ് വാരീസ് ഫ്രം 0 to 2. ഇത് നമ്മുടെ വൈയുടെ വേരിയേഷൻ ആണ്. ഡി എക്സ് രണ്ടാമത്തത് ആണ് ഇന്റഗ്രൽ ഡി എക്സിലാണ് ചെയ്യുന്നത്, രണ്ടാമത് ലാസ്റ്റ് ഡി എക്സിലാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ലിമിറ്റിംഗ് വേരിയേഷൻ ഓഫ് എക്സ്. Therefore, x varies from 0 to 2 and y varies from root of x to root of x minus 8 minus x square. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഈ ഒരു സാധനത്തിനെ റീഅറേഞ്ച് ചെയ്താൽ y less than or equal to 8 minus x square എന്ന് എഴുതാം. ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ y less than or equal to 8 minus x square എന്ന് എഴുതി. This will implies y square is less than or equal to 8 minus x square. Okay, 8 minus x square രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. And this will implies x square plus y square is less than or equal to 8.
and that is equal to x square plus y square less than or equal to 8. So x square plus y square is less than or equal to 8 എന്ന് കിട്ടി. And x varies from 0 to 2. So നമ്മൾ ഇതിനെ ഒരു കാർട്ടീഷ്യൻ ഇക്വേഷനിൽ പ്ലോട്ട് ചെയ്യാം. അതിന്റെ പാരാമെട്രിക് ഫോം അതിന്റെ പോളാർ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഫൈനലായിട്ട് നമ്മൾ കിട്ടിയത് x square plus y square less than or equal to 8 ആണ്. 0 less than or equal to x less than or equal to 2 ആണ്. ഓക്കെ, കൂടാതെ നമുക്ക് ഓൾറെഡി ഗിവൺ ആയിട്ട് എന്തുണ്ട്, വൈയുടെ വേരിയേഷൻ 8 മൈനസ് എക്സ് സ്ക്വയറിനും എക്സിനും ഇടയിലാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ കാർട്ടീഷ്യൻ ഫോർമാറ്റിൽ നമ്മുടെ ഫിഗർ ഒന്ന് വരയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ് ആക്സും വൈ ആക്സും വേണം. എക്സ് ആക്സും വൈ ആക്സും പ്ലോട്ട് ചെയ്തു. ഓക്കെ, നോക്കാം. ഇതിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 8 ദ സ്ക്വയർ എന്ന് എഴുതാം. Therefore, this is an equation of circle whose radius having r is equal to root 8. So നമ്മൾ ഇതിനൊന്ന് എക്സ്പ്രസ് ചെയ്യാണ്. r is equal to root 8 ആയിട്ടുള്ള ഒരു റേഡിയസ് വരച്ചു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. നമ്മളിപ്പോൾ പ്ലോട്ട് ചെയ്തത് ഈ ഒരു കണ്ടീഷനാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള ഈ സർക്കിളിന്റെ റേഡിയസ് റൂട്ട് 8 ആണ്. അതിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സും വരും. ഇനി എക്സിന്റെ വേരിയേഷൻ എന്താണ്? 0ക്കും 2ക്കും ഇടയിൽ. എക്സിന്റെ വേരിയേഷൻ 0ക്കും 2ക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സിലും നോക്കുന്ന സമയത്ത് എക്സിന്റെ വേരിയേഷൻ 0ക്കും 2ക്കും എടുക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ എക്സിന്റെ വേരിയേഷൻ വരുന്നുണ്ട്. അത് 0ക്കും 2ക്കും ഇടയിലാണ്. ഇനി y വാല്യൂ വരുന്നത് എക്സിനും റൂട്ട് ഓഫ് എക്സ് മൈനസ് 8 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള രണ്ട് ഫംഗ്ഷൻസിനാണ്. ഇത് നമ്മുടെ g2 ഓഫ് എക്സ്, ഇത് നമ്മുടെ g1 ഓഫ് എക്സ്. g1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y is equal to x. സോ y is equal to x എന്നുള്ള ലൈനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. y is equal to x. This is y is equal to x. Next one is y is equal to root of 8 minus x square. y is equal to root of 8 minus x square എന്ന് പറഞ്ഞാൽ x square plus y square is equal to 8 വരും. So this will be that bound. Hence the region R is given by in between these two functions. y is equal to x എന്നുള്ളതിനേക്കാളും മേലേക്കാണ് വരുന്നത്. y is less than root of x square minus y is less than root of 8 minus x square ആണ്. അപ്പോൾ ഈ ഫംഗ്ഷനെക്കാട്ടും താഴോട്ടും ഈ ഫംഗ്ഷനെക്കാട്ടും മുകളിലോട്ടും x 0ക്കും 2ക്കും ഇടയിൽ. അപ്പോൾ എക്സിന്റെ ബൗണ്ട് ഈ റൈറ്റ് പ്ലെയിനുക്കുമാണ് വരുന്നത്. സോ ഈ ആക്സിസിന്റെ ഇങ്ങോട്ട് ഈ ലൈനിന്റെ മുകളിലോട്ട് ഈ കർവിന്റെ താഴോട്ട് ടോട്ടൽ ഏത് റീജിയൻ ആണ് വരിക? നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ബൗണ്ടഡ് റീജിയൻ ആണ് വരിക. ദാറ്റ് മീൻസ് ദ റീജിയൻ ആർ ഈസ് ഗിവൺ ബൈ ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ആർ എന്നുള്ള റീജിയൻ. ദിസ് ഈസ് അവർ റീജിയൻ ആർ. ഇനി നമുക്ക് ആ റീജിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഫോമിലുള്ള എക്സ്പ്രഷൻസ് ആണ് വേണ്ടത്. പോളാർ ഫോമിൽ തീറ്റ എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നു, അതേപോലെ r എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, നൗ r എന്നുള്ളത് എവിടെ മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നത് അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സർക്കിളിന്റെ ഒറിജിനിന്ന് ഈ റേഡിയസ് എത്രയെന്ന് ഫൈൻഡ് ചെയ്താൽ മതി. therefore r is varies from 0 to root 8. ഈ സർക്കിളിന്റെ റേഡിയസിന്റെ ഉള്ളിലാണ് r വേരി ചെയ്യുന്നത്. ഇനി തീറ്റ നോക്കാൻ, തീറ്റ ഈ ആംഗിൾ തൊട്ടിട്ട് ഈ ആംഗിൾ വരെയാണ് വരുന്നത്. ഇതേതാ ലൈന്? y is equal to x. ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആംഗിൾ എത്ര വരിക? y is equal to x എന്നുള്ള ലൈന് മേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയിലാണ് ലൈ ചെയ്യുക. 45 ഡിഗ്രിയിൽ ലൈ ചെയ്യുമ്പോൾ this will be pi by 4 and the n angle will be pi by 2. Therefore, theta varies from pi by 4 to pi by 2 and r varies from 0 to root 8. Okay. Hence, by definition of polar form of double integral, integral over 0 to 2 integral over x to root of x minus
8 minus x square 1 by 1 plus 5 plus x square plus y square dy dx will be equal to integral from pi by 4 to pi by 2 integral from 0 to root 8 1 by 5 plus r square r dr d theta. നമുക്ക് ഫോർമുല വെച്ചിട്ട് ഡബിൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ എന്നുള്ളത് എന്തിന് ഈക്വൽ ആണെന്ന് അറിയാം. ഡബിൾ ഇന്റഗ്രൽ എഫ് ഓഫ് ആർ കോമ തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ദെർഫോർ ജി ഓഫ് ആർ തീറ്റ എന്ന് എഴുതാം ഇൻറ്റു ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റക്കാണ് നമ്മുടെ ഡബിൾ ഇന്റഗ്രലിന്റെ ഫോർമുല വരുന്നത്. നമ്മൾ ജസ്റ്റ് നേരത്തെ ഡിസ്കസ് ചെയ്തു. ഡബിൾ ഇന്റഗ്രലിന്റെ ഫോർമുല പോളാർ ഫോമിലേക്ക് വരുന്ന സമയത്ത് ആർ ഡി തീറ്റ എന്നുള്ളതാണ് ഫസ്റ്റത്തത്. ആറിന്റെ വേരിയേഷൻ ഇൻ ഫംഗ്ഷൻസിന്റെ ടേമിൽ, അടുത്തത് തീറ്റയുടെ വേരിയേഷൻ. സോ ഹിയർ വി ഹാവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് നമുക്ക് ആർ സ്ക്വയർ ആണെന്ന് അറിയാം. എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയും പോളാർ ഫോമിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ആർ സ്ക്വയർ വരും. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമുക്ക് ആർ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്യാം. പിന്നെ ഡെഫിനിഷൻ പ്രകാരം ആർ ഡി തീറ്റ വരും. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ആറിന്റെ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. ആറ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു 0 മുതൽ √8 വരെയാണ് ആറിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞു. ദെർഫോർ ദിസ് ഈസ് 0 to √8. നെക്സ്റ്റ് തീറ്റയുടെ വേരിയേഷൻ നമ്മൾ ഫിഗർ പ്ലോട്ട് ചെയ്തിട്ട് പൈ ബൈ 4 മുതൽ പൈ ബൈ 2 ആണെന്ന് പറഞ്ഞു. സോ വി ഹാവ് the double integral in polar coordinate system is equal to, for the corresponding Cartesian coordinate system will be equal to integral from pi by 4 to pi by 2 integral from 0 to √8 1 by 5 plus r square r dr d theta. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ തന്നെ മതി. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ 1 by 5 plus r square എന്നുള്ള ടേം ഉണ്ട്, ഇവിടെ r dr എന്നുള്ള ടേം ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ആറിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ആറിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു r. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിനോമിനേറ്ററിലുള്ള ടേമിനെ 5 plus r സ്ക്വയറിനെ u എന്ന് കൊടുത്താൽ എന്ത് വരും? ദിസ് വിൽ ഇംപ്ലൈസ് 2r dr is equal to du വരും. ഓക്കെ, 2r dr is equal to du. Therefore that will implies r dr equal to du by 2. Okay, so if we substituting 5 plus r square is equal to u, then r into dr will be equal to du. Hence this integral is equal to integral from pi by 4 to pi by 2 integral from 0 to 2 1 by 5 plus r square നമ്മൾ എന്ത് കൊടുത്തു? u കൊടുത്തു. r dr എന്തായിട്ട് മാറി? du by 2 ആയിട്ട് മാറി ഇൻറ്റു d തീറ്റ. സോ നമുക്ക് എന്ത് ചെയ്യാം? 1 by 2 നെ കോമൺ ആയിട്ട് എടുക്കാം. 1 by 2 integral from pi by 4 to pi by 2 integral from 0 to 2 1 by u du d theta. ഓക്കെ, ഇവിടെ നമ്മൾ ആറിന്റെ ലിമിറ്റ് മാറ്റിയിട്ടില്ല. നമ്മൾ ആറിന്റെ ലിമിറ്റ് ആയിട്ട് പറഞ്ഞത് എവിടെ മുതലായിരുന്നു? 0 to √8 ആയിരുന്നു. സോ ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് 0 to 2 എന്ന് എഴുതാൻ പാടില്ല. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്തായിരുന്നു? 5 plus r square is equal to u. Therefore, and r varies from 0 to √8. So u ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് u ന്റെ ലിമിറ്റ് എന്തായിട്ട് മാറും? 5 മുതൽ √8ന്റെ സ്ക്വയർ 8 വരും. 5 മുതൽ 13 വരെ വരും. 5 to 13. ഓക്കെ, u ന്റെ ലിമിറ്റ് എന്തായിട്ട് വരും? r 0 കൊടുക്കുന്ന സമയത്ത് u 5 ആയിട്ട് വരും. സോ u is the lower limit is 5 and r is equal to √8 കൊടുക്കുന്ന സമയത്ത് u ന്റെ ലിമിറ്റ് 13 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ 5 to 13 എന്ന് എഴുതണം. u ന്റെ ലിമിറ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മൾ r നെ u ന്റെ ടേമിലേക്ക് മാറ്റി. ഇനി u നെ വീണ്ടും r ന്റെ ടേമിലേക്ക് മാറ്റുന്ന സമയത്ത് 0 to √8 എന്ന് കൊടുക്കാം. പക്ഷെ നമുക്ക് അത് ഇവിടെ പറയണമെന്നില്ല. 5 to 13 1 by u du d theta. Okay, so this will be equal to 1 by 2 integral from pi by 4 to pi by 2 1 by u du. ഇതിന്റെ ഇന്റഗ്രൽ ln u വരും. And the limit varying from 5 to 13. ln u 5 to 13 d theta വരും. Therefore this will be equal to 1 by 2 integral pi by 4 to pi by 2 ln
13 minus ln 5 d theta. Okay. ഇനി നമുക്ക് തീറ്റയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. Therefore this will be equal to, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം, 1/2 ln 13 minus ln 5 integral from pi by 4 to pi by 2 d theta, and this will be equal to 1/2 ln 13 minus ln 5 into integral from pi by 4 to pi by 2. നമ്മൾ ഡി തീറ്റ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, 1 ആണ് ഇവിടെ വരുന്നത്. സോ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ വരും. തീറ്റയുടെ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് ആയിട്ട് പൈ ബൈ 2ഉം ലോവർ ലിമിറ്റ് ആയിട്ട് പൈ ബൈ 4ഉം വരും. സിൻസ് integral over 1 d theta equal to integral from equal to theta and varies from pi by 4 to pi by 2. നമ്മൾ പൈ ബൈ 2 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ബൈ 2 വരും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ബൈ 4ഉം വരും. Therefore the final answer is 1/2 ln 13 minus ln 5 into pi by 2 minus pi by 4. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി സിമ്പിൾ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4π minus 2π by 8 വരും. 4π minus 2π എന്ന് പറഞ്ഞാൽ 2π by 8, ദാറ്റ് ഈസ് പൈ ബൈ 4 വരും. ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പോൾ പൈ ബൈ 4 ഇവിടെ നിന്നും കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ പൈ ബൈ 2, 90 minus 45 വരും. സോ പൈ ബൈ 4 ഇവിടെ വരും, ഒരു 2 ഇവിടെ ഉണ്ട്, അപ്പോൾ പൈ ബൈ 8 ആയിട്ട് മാറും. ആൻഡ് ഹെൻസ് ദ ഫൈനൽ ആൻസർ ഈസ് പൈ ബൈ 8 ഇൻറ്റു ln 13 minus ln 5. Okay. So the double integral over the given function is pi by 8 into ln 13 minus ln 5. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഡബിൾ ഇൻ്റഗ്രലിനെ എങ്ങനെ പോളാർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ മെത്തേഡിനേക്കാളും സാധാ കാർട്ടീഷ്യൻ മെത്തേഡിൽ ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. Therefore this is very useful and hence we can use the polar integral formula for double integration. Okay, so നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. Okay, thank you.